അപ്പോൾ എന്താണ് ഈ സോറിയാസിസ്? പലർക്കും പേടിയാണിത്. ഇപ്പോൾ സോറിയാസിസ് പകരുമോ എന്നുള്ളത്. ഞാൻ സോറിയാസിസ് ഉള്ള രോഗിയെ തൊട്ടു, അതുകൊണ്ട് പകരുമോ? അല്ലെങ്കിൽ സോറിയാസിസ് ഉള്ളത് കൊണ്ട് അവരുടെ പരമ്പരയിലൂടെ അത് പകരുമോ എന്നുള്ളത്. പിന്നെ ഇത് മാറില്ലേ എന്നുള്ള കൺസെപ്റ്റ്. ചില സമയത്ത് സോറിയാസിസ് ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടിനെയും ഒറിജിനും ഒന്നാണ്. അപ്പോൾ അത്രത്തോളം റിലേഷൻ ഉണ്ട് ഈ സ്കിന്നും ബ്രെയിനും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മെൻ്റൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന അസുഖങ്ങൾ കൂടും. അത് ഈവൻ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ അസുഖങ്ങളുണ്ടോ അതിൽ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സിറാജ്, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം സോറിയാസിസിനെ കുറിച്ചിട്ടാണ്. നമുക്കൊക്കെ ഈ സോറിയാസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ഇമേജ് ഉണ്ടായിരിക്കും അല്ലേ? ഒരുപാട് കാലമായിട്ട് നമ്മൾ അറിയുന്ന ഒരു സുഹൃത്തോ നമ്മളെ പരിചയത്തിലുള്ള ആരെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോയിലൂടെ കണ്ടിട്ടുള്ള ഒരു ഇമേജ്, ഒരു ചിത്രം പലപ്പോഴും നമ്മളെ മെൻ്റലി പോലും ഒരു ആലോചനപ്പെടുത്തുന്ന ഒരു പേരാണ് ഈ പറയുന്ന ഒരു സോറിയാസിസ് എന്നുള്ളത്. പക്ഷെ അതങ്ങനെ ഒരു മൈൻഡിലേക്ക് എത്തിയതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ എന്താണ് ഈ സോറിയാസിസ്? പലർക്കും പേടിയാണിത്. ഇപ്പോൾ സോറിയാസിസ് പകരുമോ എന്നുള്ളത്. ഞാൻ സോറിയാസിസ് ഉള്ള രോഗിയെ തൊട്ടു, അതുകൊണ്ട് പകരുമോ? അല്ലെങ്കിൽ സോറിയാസിസ് ഉള്ളത് കൊണ്ട് അവരുടെ പരമ്പരയിലൂടെ അത് പകരുമോ എന്നുള്ളത്. പിന്നെ ഇത് മാറില്ലേ എന്നുള്ള കൺസെപ്റ്റ്. ചില സമയത്ത് സോറിയാസിസ് ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഭയങ്കര അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നത്. അതേപോലെ ചില സമയത്ത് നല്ല നോർമലായിട്ട് കൂളായിട്ട് തന്നെ ഇരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സോറിയാസിസ് എന്നുള്ളത്? അപ്പോൾ പല ആളുകൾക്കും പല രീതികളിലാണിത് കാണുന്നത്. ഒരാൾക്ക് ഒരു തരത്തിലാണ്, വേറെ ആൾക്ക് വേറൊരു തരത്തിൽ, ചില ആളുകൾ ശരീരം മുഴുവനായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും പല വെറൈറ്റികളിലും ഈ പറയുന്ന സോറിയാസിസ് നമുക്കൊന്ന് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് ഈ സോറിയാസിസ് എന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് സ്കിൻ എന്ന് പറയുന്നത് അല്ലേ? ആ സ്കിന്നിനുണ്ടാകുന്ന ചെറിയൊരു ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ അതിന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഓവർ ഗ്രോത്ത്, ആ ഓവർ ഗ്രോത്ത് ഒരു ചെതുമ്പൽ പോലെ എന്ത് ചെയ്യും? ഇങ്ങനെ ചൊറിഞ്ഞ് ചില നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും. ചില ആളുകൾക്ക് അവിടെ നല്ലൊരു റെഡിഷ് കളർ കാണുന്ന ഒരു ചുവന്ന ഒരു പാട് പോലെ. ചില ആളുകൾക്ക് ഈ അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും? ഒരു വൈറ്റിഷ്, ഒരു വെള്ള പൊടി പോലെ, ഒരു ഉപ്പൊക്കെ വിതറിയ പോലെ ഒരു നേച്ചർ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിനൊരു ഒരു ബോർഡർ ഉണ്ടായിരിക്കും അല്ലേ? ഈ ഇങ്ങനെയുള്ള സോറിയാസിസ് ഉള്ള ആളുകൾ കോമണായിട്ട് നമുക്കത് കാണാൻ കഴിയാം. ഈ കാൽമുട്ടുകൾ, കൈമുട്ടുകളിൽ, പിന്നെ ഫേസിൽ, തലയിൽ, ചില ആളുകൾക്ക് നഖത്തിൽ വരും, നഖമൊക്കെ പൊട്ടിപ്പോകുന്ന കണ്ടീഷൻ വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ സോറിയാസിസിൻ്റെ ഒരു ബോർഡർ ഉണ്ടാവും. ചൊറി കൂടുന്നതിനനുസരിച്ചിട്ട് ആ ബോർഡർ ഒരു തിക്നെസ് കൂടിയാണ്ടൊരു ബോർഡർ ആയിരിക്കും. അത് വളരെ ഇച്ചിങ് ഉണ്ടാകുന്ന സമയത്ത്, നന്നായിട്ട് ചൊറിയുന്ന സമയത്ത് അവിടെ ചെറിയൊരു നീര് പൊടിയുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും? ഈ സോറിയാസിസിൻ്റെ കൂടെ തന്നെ പസ്റ്റ്യൂൾസ് ഫോം ചെയ്യും. നല്ല പസ്സായിട്ടുള്ള ചെറിയ കുമിളകൾ എന്ത് ചെയ്യും? ഈ ചൊറിയുടെ കൂടെ ഉണ്ടാകും. അത് പൊട്ടി ഒലിക്കുക, അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഇതുണ്ടാകാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികളുടെ ഒരു പരാതി എന്ന് പറയുന്നത് അവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, നല്ലൊരു മനസ്സമാധാനം ഈ രോഗം കൊണ്ടും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പൊതുവെ മറ്റെന്തെങ്കിലും രോഗം വന്നാൽ, ഒരു പനി വന്നാൽ ഇത്ര ഇഷ്യൂസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരു സ്കിൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികപരമായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസ്കംഫർട്ട് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അസുഖം വരാൻ കാരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാരണം മനസ്സിലാക്കുമ്പോഴാണ് നമ്മളും തന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇച്ചിങ് വന്നാൽ, ഒരു പാടും ഒരു ചെറിയ ചൊറിയൊക്കെ വന്നാൽ അത് എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യണമെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഒന്ന് ലോ ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോറിയാസിനോട് ചേർത്ത് വയ്ക്കാറുണ്ട്. ചില പഠനങ്ങൾ പറയുന്നതാണ് നമ്മുടെ ബോഡി മെക്കാനിസം, ഇമ്മ്യൂണിറ്റി വീക്ക് ആയതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഓവർ റിയാക്ഷൻ കൊണ്ടും ഈ പറയുന്ന ഈ സോറിയാസിസിൻ്റെ നേച്ചർ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ചെറിയൊരു ശതമാനം പഠനങ്ങൾ പറയുന്നത് പാരമ്പര്യമായിട്ട് തന്നെ ഈ വരാനുള്ള സാധ്യത
കാണുന്നുണ്ട്, ഹെറിഡിറ്ററി ആയിട്ട് ചില പഠനങ്ങളിൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നമ്മുടെ പാരമ്പര്യമായിട്ട് അങ്ങനെ വരാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് നമുക്കൊരിക്കലും 100% പറയാൻ കഴിയില്ല. അത് ഈവൻ സ്കിൻ ഡിസീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കേസുകളാണ് പറയാറുണ്ട്. എസ്പെഷ്യലി ഈ വെള്ളപ്പാണ്ട് പോലെയുള്ള വിറ്റ്ലിഗോ പോലെയുള്ള അസുഖങ്ങളിൽ അത് എടുത്തു പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റൊമക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്റ്റൊമക്കിൽ നമ്മൾ ഒരുപാട് ബാക്ടീരിയാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ ശരിയായ ഒരു ബാലൻസ്ഡ് ഹെൽത്തിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് നമ്മുടെ സ്റ്റൊമക്ക് മീൻസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള ബാക്ടീരിയാസിന്, ഗട്ട് ബാക്ടീരിയക്ക് വളരെയധികം റോളുകളുണ്ട്. അവർ ഡൈജഷൻ നടത്തുകയും ആ ഡൈജഷനിൽ പ്രോപ്പറായിട്ടുള്ള എൻസൈമുകൾ, മറ്റു പ്രൊഡക്ട്സുകൾ, ഔട്ട്കംസ് ഉണ്ടാവുകയും അത് നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തുകയും അതേപോലെ തന്നെ നല്ല ഓപ്പോസിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ബാഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവുകയും അത് നമ്മുടെ രക്തത്തിൽ കലരുകയും ശരീരത്തിന് വളരെയധികം ഇമ്മ്യൂണിറ്റി വീക്കാവുക, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാവുക, സ്കിൻ ഡിസീസ് ഉണ്ടാവുക, മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാവുക, അങ്ങനെയുള്ള പല അസുഖങ്ങൾ, റൊമാറ്റിക് ഡിസീസുകൾ ഉണ്ടാവുക, അതൊക്കെ ഇതിന്